ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കോക്രോച്ച് വിപ്ലവം പോലും ഇതുകൊണ്ട് വന്നു എന്നാണ് അഡ്വക്കേറ്റ് അനിൽകുമാർ പറയുന്നത്. ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ അവസ്ഥയൊക്കെ കഴിഞ്ഞപ്പം ഇപ്പം എനിക്ക് 4 തവണ കൂടുന്നു എന്നുള്ളതല്ല പ്രശ്നം, സാധാരണക്കാരൻ്റെ ജീവിതം അല്ലാത്ത അവസ്ഥയിലാവും. എന്താണ് ഉല്ലാസ് ബാബുവിൻ്റെ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ? അതായത് ഇപ്പോൾ നമ്മളൊരു വിഷയത്തിൽ ബോധ്യപ്പെടുത്തുന്ന കാര്യം, സമൂഹത്തിന് ബോധ്യം വരുന്ന കാര്യം പറയാന്നുള്ളതാണ്. ബഹുമാനായിട്ടുള്ള ശ്രീ അനിലേട്ടൻ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്നും കോക്രോച്ചിന്റെയും ലവ് ജിഹാദിന്റെയും അതിൻ്റെയൊക്കെ പുറകെ പോകാൻ. ഭാരതത്തിൽ എന്ത് നടക്കുന്നു ഇതിന്റെ പുറകിൽ ഒരുപാട് കാര്യം. SKN ഒരു പരിണിതപ്പെട്ടനായിട്ടുള്ള ജേർണലിസ്റ്റാണ്. ജയപ്രകാശ് സാർ ഒരു കാര്യം പറഞ്ഞല്ലോ, ക്യാരറ്റിന്റെ ഇന്നത്തെ വില, സബോളന്റെ ഇന്നലത്തെ വില, ഹോർമിസ് കടലിടക്കിനുള്ളിൽ കൂടെ അല്ല പശുവിന്റെ അകടും വരുന്നത്. എന്നിട്ട് 4 ഉറുപ്പിയെന്ന് നമ്മൾ സഹിക്കുകയാണ്, കൂടുകയാണ്. അപ്പോൾ ഈ പ്രയാസമല്ല. 2 കോവിഡ് കാലഘട്ടത്തിൽ പ്രതിസന്ധി വന്ന സമയത്ത് പരിഹരിക്കപ്പെടണം എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് 5 ഉറുപ്പിക്ക് കിട്ടുന്ന മാസ്ക് 65 ഉറുപ്പിക്ക് മേടിച്ച ചരിത്രം ഉണ്ടല്ലോ. SKN ഞാൻ ഇതൊക്കെ അറിയുന്ന ആളുകളല്ലേ. ഗ്ലൗസിന് 3 ഇരട്ടി വിലക്ക് മേടിച്ച ചരിത്രം ഉണ്ടല്ലോ. അതിനെന്താണ് മന്ത്രി പറഞ്ഞത് ആ സമയത്ത്? അന്നത്തെ മന്ത്രി പറഞ്ഞത് പ്രായോഗികമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെടലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് വരുന്നു, റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റ് വരുന്നു, ഹമാസിന്റെ ഇഷ്യൂസ് വരുന്നു. ഈ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് കോവിഡിന്റെ വലിയ ഇഷ്യൂസ് വരുന്നു. ഇതിനെ പിടിച്ചു നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വക കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരും. അത് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. 3128 ഞാനും ജയപ്രകാശ് സാറും ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ റേറ്റ്, സംശയമില്ല. ഞാൻ ഒരു കാര്യം പറയാം, കേന്ദ്ര സർക്കാരിന്റെ കാര്യത്തിൽ ഓൾട്ടർനേറ്റീവ് സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ ഫോസിൽ ഓയിലിന്റെ കാര്യത്തിൽ ഇത്രയും സംവിധാനം വരുമ്പോൾ റഷ്യയിൽ നിന്ന് മേടിക്കുന്നതിന് അമേരിക്ക തടയുമ്പോൾ, അമേരിക്കയിൽ നിന്ന് മേടിക്കുന്ന അവർ തടയുമ്പോൾ അതിൽ വെസലിന്റെ പ്രശ്നമുണ്ട്, അതിനകത്ത് വലിയ ഇൻഷുറൻസ് കമ്പനിയുടെ തർക്കമുണ്ട്. അതൊക്കെ SKN നന്നായിട്ട് അറിയാം. അപ്പൊ ഈ വിഷയം വരുന്ന സമയത്ത് ഇതിന്റെ ഇക്കണോമിക് സിസ്റ്റം നമ്മൾ പഠിക്കണം, ഹെൽത്ത് പഠിക്കണം, എൻവയോൺമെന്റൽ പഠിക്കണം, ഉഷ്ണതാപം പഠിക്കണം, ഓസോൺ പാളികയുടെ പ്രശ്നം പഠിക്കാണ്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്.